സ്തോത്രം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ പഠനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ചേർക്കാൻ കർത്താവ് വരുമ്പോൾ സഭ എങ്ങനെയായിരിക്കണം? നിർമ്മല കന്യകയായി വിശുദ്ധമായി ജീവിക്കുന്ന ഒരു സംഘമായി. ഈ നിർമ്മല കന്യക എന്നുള്ളത് ആർക്കും വേണ്ട രീതിയിൽ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നിപ്പോകും, ചില സമയത്ത് തോന്നിപ്പോകും. ചേസ്റ്റ് വെർജിൻ, മനസ്സ വാച കർമ്മണ, ഒരു അന്യ പുരുഷനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി വിവാഹം നടക്കുന്നത് വരെയും അവളുടെ ചിന്തയും അവളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ വിവാഹ നിശ്ചയം ചെയ്ത പുരുഷനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. മറ്റു യാതൊരു നിലയിലും അവളുടെ ചിന്ത പോകത്തില്ല. കാരണം എന്താ? വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി ആ വിവാഹം നടക്കുന്നത് വരെയും ആ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട വരനെ ധ്യാനിച്ച് ആ വരനോടുള്ള അനുരാഗവും ആ വരനോടുള്ള സ്നേഹവും ഹൃദയത്തിൽ താലോലിച്ച് ആ വിവാഹം നടക്കുന്നത് വരെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനിടയിൽ പിശാച് വന്ന് കുത്തി കലക്കരുതെന്നാണ് പൗലൂസ് പറഞ്ഞ വാക്യത്തിന്റെ അംശം. ഒന്ന് വായിച്ചാട്ട് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ ഇടയിൽ കയറി വന്നുകൊണ്ടത് പറയാം. 2 കൊരിന്ത്യർ 11-ന്റെ എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അതിന് മുമ്പില്ലേ? ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന്. അതാണ് വിഷയം. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞു. വിവാഹ നിശ്ചയം കഴിഞ്ഞു. സഹോദരന്മാരെ, 2000 വർഷം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് പൗലോസ് പറയാ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. നമ്മളൊക്കെ നിർമ്മല കന്യകമാരായി ജീവിക്കേണ്ടവരാ. ഞാനൊരു വെള്ള ഷർട്ട് ഇട്ടെന്ന് വെച്ച് ഞാൻ നിർമ്മലനാകുന്നില്ല. വെള്ളയും ധരിച്ചെന്നും പറഞ്ഞ് നിഷിദ്ധന്മാരൊന്നും ആകത്തില്ല. സ്തോത്രം. ഉള്ളു വെള്ളയായിരിക്കണം. വെള്ളയും ഇട്ട് നടക്കുന്ന റബ്ബിമാരെ കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വെള്ള ധരിച്ച ശവക്കല്ലാണ് എന്ന് വെച്ച് വെള്ളം ഇടരുതെന്നല്ല. എനിക്ക് വെള്ളം ഇഷ്ടമാണ്. ഒരു ശുശ്രൂഷകന് വെള്ളം ഒരു മാതൃകയാണ്. അത് വിശുദ്ധിയുടെ ഇതായിട്ടൊന്നും നമ്മൾ കാണണ്ട. ഒരു മാന്യമായ ഡ്രസ്സാണ് വെള്ളം, അത്രേ ഉള്ളൂ. അതിൽ അപ്പുറത്തോട്ടൊന്നുമില്ല. വെള്ളം ഇട്ടാലേ സ്വർണ്ണത്ത് പോലൊന്നുമില്ല. പക്ഷേ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ലോകസ്നേഹങ്ങളൊന്നും വരാതെ, കളറിലേക്കുള്ള ആകർഷണമൊന്നും ഇല്ലാതെ വെള്ളം ധരിച്ചാൽ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് ഇന്ന ഷെയ്ഡ് തന്നെ വേണം, എനിക്ക് ഇന്ന ഷെയ്ഡ് വേണം എന്നുള്ള പിടിവാശിയില്ലല്ലോ. ഏതെങ്കിലും ഒരു വെള്ളത്തുണി ഇടുക. ഞങ്ങളൊക്കെ ഇടുന്നത് 100-150 രൂപയുടെ ഷർട്ടൊക്കെ മേടിച്ചിട്ടാണ് എത്രയോ വർഷങ്ങളായിട്ടിട്ടാണ് കളയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാനും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർക്കുന്നത് ആശ്ചര്യം. അപ്പോ അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച ആ ഉപദേശത്തിന്റെ പാറ്റേൺ മാറ്റാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബേറ്റ കമ്പനിയുടെ പാറ്റേൺ വേറൊരുത്തർ അടിച്ചു മാറ്റി. അവർ കുറേ ലാഭം കൊയ്തു. അതുകൊണ്ട് അവസാനം വഴക്കുണ്ടായെന്നൊക്കെ പറയുന്ന കമ്പനികൾ തമ്മിൽ. സ്തോത്രം. അപ്പോൾ നമുക്കൊരു പാറ്റേൺ, നമുക്കൊരു ഉപദേശം, നമുക്കൊരു പ്രമാണം കർത്താവ് തന്നിട്ടുണ്ട്. ഈ മണവാളന്റെ കൂടെ നടന്ന തോഴ്മക്കാർക്ക് ആ പ്രമാണം കൊടുത്തിട്ട് പോയി. ആ പ്രമാണമാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പത്രോസിന് എന്തറിയാം പ്രസംഗിക്കാൻ? യോഹന്നാൻ എന്തറിയാം? യാക്കോബിന് എന്തറിയാം? പൗലോസിന് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് വെച്ചോ? എന്നാൽ ഈ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ അവർക്ക് ഉപദേശം കൊടുത്തിട്ട് പോയി, അവരത് പ്രസംഗിച്ചു. ആ വ്യവസ്ഥ തെറ്റിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവർ പറഞ്ഞതും അവർ പ്രസംഗിച്ചതുമായ വ്യവസ്ഥ തെറ്റിച്ചാണ് ഇന്നത്തെ പാസ്റ്റർമാരുടെ പ്രസംഗം. അതുകൊണ്ടാണ് സഭകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. വിശ്വാസികൾ ഒരു ഗുണവുമില്ലാത്ത വിശ്വാസികളായി തീർന്നിരിക്കുന്നതിന്റെ കാരണം അതാണ്.
ഉപദേശം സഭകളിൽ നിന്ന് പോയി. ഉപദേശത്തിന്റെ സ്ഥാനത്ത് വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു മെഡിസിൻ പഠിക്കുന്ന കൊച്ചു, ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ആ മെഡിസിന് പഠിക്കേണ്ട കൊച്ചിനെ ഹിസ്റ്ററി പഠിപ്പിച്ചാൽ അതിന് പഠിച്ച് അതിൻ്റെ എക്സാമിന് വിജയിക്കാൻ പറ്റുമോ? ഇല്ല. മെഡിസിൻ എടുക്കുന്ന കുഞ്ഞ് മെഡിസിനെ കുറിച്ച് തന്നെ പഠിക്കണം. മരുന്നുകളെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും നെറുസുകളെക്കുറിച്ചും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെക്കുറിച്ചും എല്ലാം പഠിച്ച് 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 പ്രാവീണ്യം നേടി ഒരു നല്ല ഡോക്ടറോ ഒരു നല്ല നേഴ്സോ ആകുന്നു. ആ സ്ഥാനത്ത് വേറൊരു പഠനം അതിൻ്റെ ഇടയിൽ കയറി വരാൻ പാടില്ല. ഒരുത്തൻ വന്ന് അത് പറഞ്ഞ് ഇത് പറഞ്ഞ്, അതാ ഇവിടെയും പറയുന്ന പൗലോസ്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ പറയുന്നത് വേറൊരു സുവിശേഷമെങ്കിലും പൊറുക്കുന്നതാക്കിയാൽ നിങ്ങൾ പൊറുക്കരുത്. ഇന്നത്തെ വിശ്വാസികൾ പൊറുക്കുന്നു. ആര് വന്ന് എന്തു പറഞ്ഞാലും അതെല്ലാം കേട്ട് ഞാൻ ഇരിക്കുന്നിടത്തൊക്കെ ഞാൻ ഇതായിട്ട് പറയുകയല്ല. ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയിൽ എറണാകുളത്തൊക്കെ നടന്ന സമയത്ത് പലരും ഒക്കെ വരും ഇതുപോലെ ഉപദേശം പറയാം. അവർ അവർക്ക് മനസ്സിലായി കഴിഞ്ഞ് നമ്മളിങ്ങനെ പറയുന്ന ആളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്ത് പറയുമെന്നറിയോ? നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി അവർ അതും ഇതുമൊക്കെ വിളിച്ചു പറയും. അവർക്കറിയാം ഇത് പറഞ്ഞാൽ ഇവിടെ ഈ കടയിൽ ഇത് ഓടില്ല എന്നുള്ളതറിയാം. അപ്പോൾ അവരതിനനുസരിച്ച് ടിസ്റ്റ് ചെയ്യാനിടയായി തീരും. അത് നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്യും. അവസാനം നമ്മൾ അവരെ ഉപദേശിച്ച് മാത്രമേ പറഞ്ഞു വിടത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച വിശുദ്ധിയുടെ പ്രമാണം, ഉപദേശം അതങ്ങനെ തന്നെ കേട്ടാലേ മണവാട്ടി ഒരുങ്ങുകയുള്ളൂ. 1 പത്രോസ് 1:13 വാക്യം ഒന്ന് വായിക്കാം. മനസ്സ് എന്നുള്ള വിഷയം വരുമ്പോൾ 1 പത്രോസ് 1:13. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അപ്പൊ നമ്മുടെ മനസ്സ് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. ഒരുത്തൻ വന്ന് അത് പറഞ്ഞ് വേറൊരുത്തൻ വന്ന് ഒരുത്തൻ ഊതിയിട്ട് ഒരുത്തൻ ഉന്തിയിട്ട് ഒരുത്തൻ കൊരപ്പിച്ച് ഒരുത്തൻ ഛർദ്ദിപ്പിച്ച് ഒരുത്തൻ സ്വത്രം എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ ഇതാന്നൊക്കെ പറഞ്ഞ് ചപ്പും ചവറും ഒക്കെ ഗാർബേജും ഒക്കെ വളർന്നുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്നാണ് പത്രോസ് പ്രസംഗിച്ചത്. പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. ഇന്നത്തെ വിശ്വാസികൾ അങ്ങനെയാണോ ജീവിക്കുന്നത്? ഈ ചപ്പും ചവറും എല്ലാം കൂടി കേട്ട് മന്നിച്ച് ഇങ്ങനെ ഇരിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോലും ചില സമയം തോന്നത്തില്ല. കാരണം എന്ത് പറയാനാണ്? നമ്മൾ പറയുമ്പോൾ അവർക്കത് വലിയ ഇറിറ്റേഷനായിട്ട് മാറും. അതുകൊണ്ട് വെറുപ്പ് സമ്പാദിക്കുകയല്ലേ നല്ലത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം മറന്നു പോകരുത്. നമ്മുടെ ഗോൾ എന്താണെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ലക്ഷ്യം പത്രോസ് ഇവിടെ പറഞ്ഞതാ, കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? പൂർണ്ണ പ്രത്യാശയോടെ ആയിരിക്കണം. നിർമ്മതരായി പ്രത്യാശയോടെ കാത്തിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത്. ഈ ഹൃദയത്തിന്റെ ചിന്തകളെയും ഹൃദയത്തിന്റെ നിരൂപണങ്ങളെയും ഹൃദയത്തിന്റെ അവസ്ഥകളെയും വ്യതിചലിപ്പിച്ച് കളയുവാൻ ദുഷ്ടനായ സാത്താൻ പല കോലത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയുന്ന വചനങ്ങളെ എന്ത് ചെയ്യണം? നമ്മൾ ഈ വചനവുമായിട്ട് എന്ത് ചെയ്യണം? താരതമ്യം ചേർത്ത് പഠിക്കണം. 7 സഭകളെന്നുള്ള എഫേസ്യസ് സഭയിൽ പ്രവാചകന്മാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അങ്ങോട്ട് വന്നു. ആ സഭയിലെ പാസ്റ്ററും വിശ്വാസികളും കൂടി ഈ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തു? അങ്ങോട്ട് ശോധന ചെയ്തു. ശോധന ചെയ്യപ്പോൾ ഇവരെ ഏത് പ്രവാചകന്മാരാ പറഞ്ഞേ? ധൈര്യമായിട്ട് പറഞ്ഞോ, കള്ളപ്രവാചകന്മാരെന്ന് വെളിപ്പെട്ടു. അവിടെ നിന്ന് തടിരപ്പിയത് സ്വത്രം അവിടെ. കാരണം അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് കേട്ട് കിടക്കുക, അവർക്ക് ഉപദേശം കേട്ട് കിടക്കുന്ന സഭകളാണ്. അത് വന്ന് ആ കാലഘട്ടത്തിലെ സഭ മാറി മാറി ഇപ്പൊ ലവോദിക്ക എന്ന് പറഞ്ഞാൽ എന്താ? കുരുടന്മാരും നഗ്നന്മാരും ദാരിദ്ര്യവാസികളുമായി മാറി. ആത്മീക കുരുട്, ആത്മീക ദാരിദ്ര്യം, ആത്മീക നഗ്നത. ഇന്നലെ ഞാനത് പറയാനിടയായി. ദിവസങ്ങൾ അതിനെക്കുറിച്ച് ധാരാളമായി പ്രസംഗിക്കേണ്ട ആവശ്യകതയുണ്ട് സഭയിൽ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ചു കളയുവാൻ, നമ്മളെ തെറ്റിച്ച് കളയുവാൻ, പ്രമാണത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാൻ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ പഠനം പ്രകാരം നോക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്?
നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. വഷളന്മാർ വന്ന് പറയുന്ന വഷളത്വം കേട്ട് നമ്മൾ ആരും വഷളത്വത്തിലേക്ക് പോകരുത്. അത് കേട്ടിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് എനിക്കൊരു വചനം തന്നു, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചോളണം, അല്ലാത്തതെടുത്ത് കളഞ്ഞേക്കണം. അത് കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നീയും ആ വഷളത്വത്തിൽ പങ്കാളികളാവും. ദൈവം നിന്നെയും ആത്മീയ അനുഭവത്തിൽ നിന്ന് മാറ്റിക്കളയും. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ വഷളത്വം പറഞ്ഞവരെ ഇനി ഒരിക്കലും ജനം വിശ്വസിക്കത്തില്ല. അവരുടെ ശിങ്കിടികൾ വിശ്വസിക്കുക, അത് വേറെ കാര്യം. നമ്മളാരും കാക്കാശിന് വില അവർക്ക് കൊടുക്കത്തില്ല ഇനി. കാരണം എന്താ? അവരുടെ ഹൃദയത്തിലിരിക്കുന്നത് അവരെടുത്ത് സംസാരിക്കാനിടയും. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കും. എടാ, എത്ര പറയേണ്ടെന്ന് വെച്ചാലും, എത്ര മനുഷ്യരുടെ മുമ്പിൽ അത് പറയേണ്ട പൊതിഞ്ഞു പൊതിഞ്ഞു വെച്ചാലും, നിന്റെ ഹൃദയത്തിലിരിക്കുന്ന ദുഷ്ടതകളും വഷളത്വങ്ങളും നീ അറിയാതെ വെളിപ്പെടുത്തുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് നീ പ്രസ്താവിക്കുക. നീ ചെയ്യുന്ന വഷളത്വങ്ങൾ, നീ ചെയ്യുന്ന പോഷത്വങ്ങൾ, നീ ചെയ്യുന്ന സ്വത്രം എല്ലാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിലൊരു ചർച്ച ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടതാണ്. അവിടെ വരുന്ന വിശ്വാസികൾ 500 രൂപയെ കുറഞ്ഞ് സ്വത്രാഴ്ച ഇടാൻ പാടില്ല. ഇതേത് വ്യവസ്ഥയാണ്? സാധാരണ ജീവിക്കുന്ന സഹോദരന്മാർ, ഒരുപക്ഷെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവർ, കഷ്ടപ്പെടുന്നവർ 500 രൂപ വെച്ച് എല്ലാ ആഴ്ച ഇടുന്നത് നടക്കുമോ? അപ്പൊ ഈ പ്രസ്താവന ഇറക്കുന്നവരുടെ ഉള്ളിലിരിക്കുന്ന ഹൃദയം നിറഞ്ഞ്, അത് പറയാനാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഹൃദയത്തിലിരിക്കുന്ന ആ ദ്രവ്യാഗ്രഹം വാക്കുകളിലൂടെ വിശ്വാസികളുടെ മുമ്പിൽ ഛർദ്ദിച്ചിടുക. എന്നെപ്പോലുള്ള ഒരുത്തനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കും, ഏത് പുസ്തകത്തിലെ വ്യവസ്ഥയാ പാസ്റ്ററെ പറഞ്ഞത് പറയാമോ? ഞാൻ ചോദിക്കും. എന്നെ കൊന്നാൽ പോലും ഞാൻ ചോദിച്ചിരിക്കും, യാതൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ പ്രസ്താവന ഏത് വ്യവസ്ഥയാണ്, ഏത് വചനത്തിന് ആധാരമാണെന്ന് മറുപടി പറയേണ്ടവര്. പ്രസ്താവന ഇറക്കിയാൽ മറുപടി പറയണ്ടേ? തീർച്ചയായിട്ടും മറുപടി പറയും. പുള്ളി അവിടെ നിന്നുകൊണ്ട് പറയും, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ വേറെ രീതിയിലൊന്നും പറയും. അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരായ വിശ്വാസികളായി നമ്മൾ തീരണം. ഇവർക്ക് ഈ സാധാരണ പറയാറുള്ള പാകിസ്ഥാന്റെ മണ്ണ് ഭീകരന്മാർക്ക് തഴച്ചു വളരാൻ വളക്കൂറുള്ള മണ്ണെന്ന് ഞങ്ങൾ സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ഭീകരന്മാരാണ്. കാരണം ആ മണ്ണ് അങ്ങനത്തെയാ. എന്ന് പറഞ്ഞ പോലെ ഈ കള്ളപ്രവാഹന്മാർക്കും ദുരുപദേഷ്ടാക്കന്മാരും തഴച്ച് വളരാനുള്ളൊരു മണ്ണായി കേരളത്തിലെ വിശ്വാസികൾ തീരരുത്. നമ്മൾ പ്രതികരിക്കണം, ശക്തിയോടെ നമ്മൾ പ്രതികരിക്കണം. ഇതൊക്കെ വചനവിരുദ്ധമാണ്, ഇത് പാപമാണ്, ഇത് തെറ്റാണ്. പുസ്തകം താഴെ വെച്ചിട്ട് പാസ്റ്റർ ഏത് പണിയായിരുന്നു പണ്ട് ചെയ്തത് അത് ചെയ്യുക. ഇതിന് യോഗ്യന്മാരായിട്ടുള്ളവരെ വരുമ്പോൾ ഇതെടുത്തോളൂ. പണ്ട് 2 സുവിശേഷകന്മാർ തമ്മിൽ വഴക്കുണ്ടായ ചരിത്രം അതെൻ്റെ ഹൃദയത്തിൽ വരുന്നതുകൊണ്ട് പറയുക. ലോകം ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്, ഇത് കേൾക്കട്ടെ. കാരണം ഇത് കേൾക്കണം. 2 ഉപദേശകർ തമ്മിൽ വഴക്കുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ഒത്തിരി പേര് ഇത് വാട്സപ്പ് യൂട്യൂബിലൂടെ കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഒരു പാസ്റ്റർ ട്രാൻസ്ഫറായി വന്നു. ആ സ്ഥിരം അപ്പം ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോകത്തില്ല, എനിക്ക് കൊച്ചുങ്ങളെ പഠിപ്പിക്കണം, ഇച്ചിരി സൗകര്യമൊക്കെ കിട്ടുമായിരിക്കും, ഞാൻ ഇവിടുന്ന് പോകത്തില്ല. പുള്ളി ഭയങ്കര നിർബന്ധം. വന്ന പുള്ളി പറയും, എന്നെ അവിടെ നിന്ന് അയച്ചിരിക്കുക, എനിക്കിവിടെ ചാർജ് എടുത്തേ പറ്റൂ, ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല, എന്ത് ചെയ്യും? അവസാനം കേസ് എവിടെ ചെന്നു? കോടതി ചെന്നപ്പോൾ നല്ല മിടുക്കനായൊരു വക്കീൽ, ആ പുള്ളിയെ കണ്ട ഒരു ചായ ഒഴിച്ചു കൊടുക്കാൻ. പുള്ളി എന്താ നിങ്ങളുടെ കേസ്? അതപ്പോൾ ആരുടെ പറഞ്ഞോളൂ സാർ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ട്രാൻസ്ഫർ വിഷയമാണ്. പുള്ളി അവിടെ നിന്ന് ട്രാൻസ്ഫർ ഇന്ന സ്ഥലത്ത് ചാർജ് എടുക്കാൻ പറഞ്ഞു. പുള്ളി ഇവിടെ നിന്ന് പോകത്തുമില്ല, അതൊരു വലിയ പേഴ്സൻ്റെയാണ്. ശരി, നിങ്ങൾ എന്ത് വേല ചെയ്യുന്നത്? ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? വേദപുസ്തകം. ഓക്കെ, ഈ വേദപുസ്തകം 2 ഈ ടേബിളിൽ വെക്കൂ. ജഡ്ജി പറയാം, വേദപുസ്തകം വെച്ചല്ലോ, നിങ്ങൾക്ക് പോകാം. ജഡ്ജി പറയാണ്, ഇത് നടന്ന സംഭവം, നിങ്ങൾക്ക് പോകാം. ഇതൊന്നും ആരും പറയത്തില്ലല്ലോ, പറഞ്ഞാലല്ലേ അറിയുള്ളൂ 4 പേര്. ഈ തമ്മിൽ തല്ലുന്നവരും കോടതി കയറുന്നവരൊക്കെ ഇതൊന്നും കേൾക്കട്ടെ. സ്വത്രം, നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ എവിടെ പുസ്തകം? ആ ജഡ്ജി പറയാണ്, ഇത് യോഗ്യന്മാരുള്ളവർ വരും, അവർക്ക് കൊടുത്തു. നിങ്ങൾക്കിതെടുക്കാൻ യോഗ്യതയില്ലെന്ന്. നിങ്ങൾക്കിതെടുക്കാൻ യോഗ്യതയില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു
പത്രോസ് പറഞ്ഞ വാക്യമൊക്കെ ഈ ജഡ്ജിനറിയാം. 7 വട്ടം ജപിക്കണമെന്നുള്ള വാക്യങ്ങൾ വേദപുസ്തകം LLBക്ക് പഠിക്കുമ്പോഴാണ് വക്കീലും ജഡ്ജിയൊക്കെ ആകുന്നത്. LLB പഠിക്കുന്നവർ വേദപുസ്തകം വായിച്ച് പഠിച്ചിരിക്കും. കാരണം മൊസൈക്ക് ലോയിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ നിയമങ്ങളും ഊരിത്തിരിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് അവർക്ക് വേദപുസ്തകം വായിക്കാനും പഠിക്കാനുമായിട്ട് അവർക്ക് വളരെ ചട്ടമുണ്ട്. അത് വായിച്ച് പഠിച്ചപ്പോൾ അവർ മനസ്സിലായി, ചങ്കുണ്ണിക്കും മൗലവിക്കും ഒക്കെ മനസ്സിലായി, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചില്ലെങ്കിൽ ഒരു ഗുണവുമില്ലെന്ന്. അതുകൊണ്ട് ആ ജഡ്ജി പറഞ്ഞത്, ഈ പുസ്തകം എടുക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, യോഗ്യന്മാർ വരുമ്പോൾ ഞാനത് കൊടുക്കാം, നിങ്ങൾക്ക് പോകാം. ഐ സേ യു ഗെറ്റ് ഔട്ട്. പോരെ, തീർന്നില്ലേ? പരിഹാസ്യ വിഷയമായില്ലേ? കോടതി കയറുന്നവരെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കോടതി കയറി വഴക്കുണ്ടാക്കി തമ്മിത്തല്ലി ലോകങ്ങളുടെ മുൻപാകെ പരിഹാസ്യവിഷയമായി തീർന്നിരിക്കുന്ന ക്രൈസ്തവരായിട്ടുള്ള ശുശ്രൂഷകന്മാരോ വിശ്വാസികളോ ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ ഈ 2024 അവസാന ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക്, കൊലോസ്യ ലേഖനം നമ്മളെന്താ പഠിപ്പിച്ചേ? പഴയ സ്വഭാവങ്ങളെല്ലാം കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? 12-ാം വാക്യവും വായിച്ചേ, കൊലോസ്യർ 3:12. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും പ്രിയരുമായി മനസ്സലിവ് ധരിച്ചുകൊണ്ട് പൊറുക്കയും. ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയം കയറി വന്നില്ലേ? ക്ഷമിക്കണം. ഈ ട്രാൻസ്ഫറായി വന്ന പാസ്വേഡ്, സഭയിലെ പാസ്വേഡ് നിങ്ങൾ അവിടെ നിന്ന് അയച്ചോ? അതിൻ്റെ ഓർഡറൊക്കെ കാണിച്ച്. ശരി, ഞാൻ പോയേക്കാം. ഞാൻ എന്ത് ചെയ്യാം? കൊച്ചിനെ പഠിപ്പിക്കാൻ അവിടെ എവിടെയെങ്കിലും കൊണ്ട് പഠിപ്പിച്ചു. ഈ കടിച്ചു പോയി ഇവിടെ കിടക്കുന്നത് എന്തിനാ? ഇവിടെ 10 ചക്രം കിട്ടും, ദ്രവ്യാഗ്രഹം. അതിലേക്ക് കടിച്ചു കിടക്കുന്നത്. അപ്പൊ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ബഹു ദുഃഖങ്ങൾക്ക് അധീരരായി തീർന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടാനല്ലേ പോലീസ് പറയുന്നത്. അപ്പൊ ദൈവസഭയുടെ ഉപദേശം ഇവരിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവർ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്ന ഇത് കിട്ടുമോ? ന്യായപ്രമാണത്തിലെ ശാസ്ത്രിമാരും പരീശന്മാരുടെയും ഇടപെടൽ ഞാനത് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. എല്ലാവരും എടുക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. മത്തായി 23-ന്റെ 23 മുതൽ. ആയുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കനമേറിയവ അവിടെ നിൽക്കട്ടെ. ഇവരാരാ? 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. മോശയ്ക്ക് പകരം അവർ നിൽക്കുക. മോശയ്ക്ക് പകരം നിൽക്കുന്നവരാ. ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കേണ്ടവരാ. ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി എന്നെ ശുദ്ധമാക്കാൻ പറഞ്ഞു, തൊട്ട് സൗഖ്യമാക്കി. അവനോട് എന്താ പറഞ്ഞ കർത്താവ്? നീ പോയി മോശനെ പ്രമാണം അനുസരിക്കാൻ പറഞ്ഞു, പുരോഹിതനെ കാണിച്ചനുസരിക്കാം. അപ്പൊ കർത്താവ് വന്ന് മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് പുതിയ നിയമസഭയുടെ ആവിർഭാവം ഉണ്ടാകുന്നത് വരെയും മോശയുടെ പ്രമാണം തന്നെയാണ് അവർ അനുസരിക്കേണ്ടത്. വലിയൊരു പഠനമാണ് കേട്ടോ, മനസ്സിലായിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ പോയി മോശയുടെ പ്രമാണം പുരോഹിതനെ കാണിച്ച് എന്താ വഴിപാടുള്ളത് അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. നീ പോയത് കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കാനല്ല. അത് പത്രോസിന്റെ പ്രസംഗത്തിന് ശേഷം രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കളോടാണ് പറഞ്ഞത്. അവർ അപ്പോസ്തലന്മാരോട് ഉപദേശിക്കട്ട് കൂട്ടായ്മ ചപ്പം തുറക്കി പ്രാർത്ഥന. പിന്നെ നിങ്ങൾ കേൾക്കേണ്ടതിൽ പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം, പ്രവൃത്തി പുസ്തകം. പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാന ഗോൾഡൻ ചാപ്റ്റർ 2-ാം അധ്യായം. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി പത്രോസിന്റെ പ്രസംഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട 3000 പേരും ആ 3000 പേര് സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായ്മ ആചരിച്ച് അപ്പം കുഴുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അവിടെയാണ് പുതിയ നിയമസഭയുടെ ആവിർഭാവം. അന്ന് മുതൽ സഭയ്ക്ക് രൂപാന്തരം വന്നു. പഴയ നിയമസഭ ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടസഭ സ്തോത്രം എന്ന് കർത്താവ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എന്തായി? യേശുക്രിസ്തുവിന്റെ ശരീരമാം സഭയായി. ക്രിസ്തുവിന്റെ ശരീരമാം സഭ, കർത്താവ് വസിക്കുന്ന മന്ദിരമാം സഭ.
കർത്താവിൻ്റെ മണവാട്ടിയാകാനുള്ള കന്യകയായ സഭ പൗലോസിന്റെ 3 പഠനങ്ങളാണ്. ഈ 3 പഠനം തന്നെ തിരിച്ചും മറിച്ചും സഭയിലെ വിശ്വാസികളെ പ്രസംഗിച്ച് മണവാളന്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കേണ്ട പാസ്റ്റർമാർ ഇന്ന് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി കണ്ണീരൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയെങ്കിലും ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2025 ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ള ആപ്തവാക്യം എടുത്തുകൊണ്ട് നമ്മൾ കർത്താവിനെ പ്രസംഗിക്കണം. കർത്താവിൻ്റെ ഉപദേശം പ്രസംഗിക്കണം. കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ഉപദേശം പ്രസംഗിക്കണം. എന്നാലേ ജനം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയുള്ളൂ. ഇവിടെ ശാസ്ത്രിമാർ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്? ഞാൻ പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കടുകുണ്ടോ ഇവിടെ? ജീരകം കടുകല്ല, തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുന്നു. അപ്പൊ ഈ ജീരകം എല്ലാവരും ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കി. ജീരകം ഇങ്ങനെ കുറേ എണ്ണം എടുത്തു വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 തെറ്റി വലിച്ചിട്ട് ഒരെണ്ണം തെറ്റിച്ചു ഊതിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങും. അപ്പൊ ഇവരങ്ങനെ ചെയ്യുന്നവരാണെന്നാ പറയുന്നത്. ഇവർ കിട്ടുന്നതിന് പകരം എന്ത് ചെയ്യും? ഇവർ ദശാംശമായിട്ടും ഓത്തറാഴ്ചയായിട്ടൊക്കെ കൊടുക്കും. കാര്യം ശരിയാ. പക്ഷേ കർത്താവ് അവരോട് പറഞ്ഞ എന്താ? ന്യായം, കരുണ, വിശ്വസ്തത. ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ പോയില്ലേ? ഈ ജീരകത്തിന് പാതാരം കൊടുത്ത്, തുളസിന് പാതാരം കൊടുത്ത്, നിസ്സാര കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിലെ കനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യും. ആരോട് പറഞ്ഞു? യേശു കർത്താവ് മോശയുടെ പീഠത്തിലിരിക്കുന്ന ശാസ്ത്രിമാരോടും പരീശന്മാരോടും. ശാസ്ത്രിമാരും പരീശന്മാരും ആരാണെന്നുള്ളതൊക്കെ പുസ്തകത്തിൽ കൂടി പഠിച്ചു നോക്കണം. ഒരു 9 ആൾക്കാരാണ്. വലിയ റബ്ബികളാണ്, യഹൂദ റബ്ബിമാരാണ് അവര്. ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം മുടിഞ്ഞാരി കീറി പഠിച്ച ഒരു ശാസ്ത്രിയും ഒരു പരീശനുമായിരുന്നു പൗലോസ്. മനസ്സിലായോ? ആ പൗലോസിനെ പോലെ തതുല്യമായ റാങ്കുള്ള ഒരു വലിയ ഗണമാണ് ശാസ്ത്രിമാരും പരീശന്മാരും. കർത്താവ് അവരെ വിളിക്കുന്നത് എന്താണ്? അല്ലയോ കുരുടനെ, അല്ലയോ സർപ്പസന്തതിയെ. മനസ്സിലായല്ലോ? എന്താ കാര്യം പറ. തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത എന്നിവയുടെ ന്യായപ്രമാണത്തിലെ ഘനമേറിയവ. അത് പദം വിടണം, ഘനമേറിയവ. ഈ ന്യായം, കരുണ, വിശ്വസ്തത എന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ ആത്മാവിന്റെ ഫലത്തിൽ പെടുന്നതാണ്. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, കരുണ ഒക്കെ അതിൽ വരും. ആത്മീയമായ ആത്മഫലങ്ങളിൽ പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇത് മുഴുവൻ എന്ത് ചെയ്യുക? ഇവര് ത്യജിച്ചു കളയുക. അതുകൊണ്ടാണ് അവരോട് കർത്താവ് പറഞ്ഞത്, അല്ലയോ കപടഭക്തിക്കാരും ശാസ്ത്രിമാരുമായ പരീശന്മാരെ. ഇന്നത്തെ പാസ്റ്റർമാർ നല്ലൊരു പങ്കും ഈ കൂട്ടരല്ലേന്ന് ഞാൻ ചോദിക്കുക. നിസ്സാര കാര്യങ്ങളിൽ അവരിതൊക്കെ ചെയ്യും. പക്ഷേ കരുണ, ന്യായം, വിശ്വസ്തത, ദൈവത്തോടും മനുഷ്യരോടുമുള്ള വിശ്വസ്തത, വചനത്തോടുള്ള വിശ്വസ്തത. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇംഗ്ലീഷ് ആണെന്നേ ഉള്ളൂ. ഗിഡൻസിന്റെ ഒരു ഇംഗ്ലീഷ് ബൈബിളാ. പ്രൊവേബ്സും സാംസും കൂടിയുള്ള ഒരു ഇംഗ്ലീഷ് ബൈബിളാ. ഈ വചനം കയ്യിൽ വെച്ചിട്ട് ഈ വചനത്തിനെതിരെ പ്രസംഗിക്കുന്നവരായി മാറിയില്ലേ ഈ സുവിശേഷകന്മാർ? പത്യവചനം, പത്യോപദേശം സഭയെ പ്രസംഗിക്കാൻ പറയുമ്പോൾ അവരത് മാറ്റി വെച്ചിട്ട് ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെടുത്ത് പ്രസംഗിച്ചിട്ട് എന്താ? ന്യായപ്രമാണത്തിൽ പ്രസംഗിക്കേണ്ടവരെ രൂക്ഷമായി വിമർശിച്ച ഭാഗമായി ഞാനിവിടെ കാഴ്ച കേൾപ്പിച്ചത്. നിസ്സാര കാര്യങ്ങൾക്ക് അവർ ഭക്ഷിക്കുന്ന ആഹാര സാധനങ്ങൾ എല്ലാം അവർ വാങ്ങുന്നതിനൊക്കെ 10 കൊടുത്ത്, ദശാംശം കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അവരെന്ത് ചെയ്യും? ന്യായം, കരുണ, വിശ്വസ്തത, ന്യായപ്രമാണത്തിലെ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്തു. ഇത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അല്ല, കഥ പറഞ്ഞതിൻ്റെ ആ മനോഹാരിത ഒന്ന് മനസ്സിലാക്കുക. നമ്മളെ എന്ത് ചെയ്യണം? അത് ചെയ്യുകയും, ഏത് ചെയ്യുക? തുളസി, ചതുകുപ്പ, ജീരക ഇവയിലൊക്കെ പ്രധാനം കൊടുത്തോ, കുഴപ്പമില്ല. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. പക്ഷെ ഇത് ത്യജിക്കുക ചെയ്യുന്നു. നിങ്ങൾ പിന്നെ അടുത്ത വാക്യോട് വായിച്ചാട്ടെ. നിങ്ങൾ കൊതുകിനെ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം?
കൊതിയിനെ അരിച്ചെടുക്കുന്ന നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങൾ വില കൊടുത്ത് അത് ചെയ്യുന്നു. എന്നിട്ട് ഒട്ടകത്തെ എന്ത് ചെയ്യുക? എടുത്താൽ വിഴുങ്ങുക. വലിയ കാര്യങ്ങളെ നിങ്ങൾ ത്യജിച്ചു കളയുക. ചെറിയ കാര്യങ്ങളെ നിങ്ങൾ പ്രമാണിച്ചിട്ട് നിങ്ങൾ ഭക്തിയുടെ വേഷം ധരിച്ച്, പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്നവരായി തീരരുത്. ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് വെച്ചൊന്ന് പഠിച്ചു നോക്കി. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ പുറം വെടിപ്പായിരിക്കുന്നു, വെള്ള തേച്ച ശവക്കലറ എന്നല്ല ഷോയ്ക്ക് ഇരിക്കുക, ഉള്ളെന്ത് ചെയ്യുന്നു? ചീഞ്ഞു നാറുകയാണ്. ആ ഭാഗം ഒന്ന് വായിച്ചേ, അതൊന്ന് വായിച്ചേ. അല്ല, ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. 25-ാം വാക്യം. അവിടെ ഭക്തികരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ കഷ്ടം പുറം വെടിപ്പാക്കുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ പക, വിദ്വേഷം. അതാണ് കൊലോസ്യ ലേഖനം കർത്താവ് നമുക്ക് തന്നത്. ഇവിടെ ഉള്ളിലുള്ളതെല്ലാം എന്ത് ചെയ്യണം? ശുദ്ധമാകണം. ഉള്ളിലുള്ള അശുദ്ധികളെല്ലാം ശുദ്ധമാകണം. കർത്താവിന്റെ ന്യായപ്രമാണം പ്രസംഗിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും അവരുടെ ഉള്ളു മുഴുവൻ വിഷം നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ള് എന്താണ്? ഒന്നുകൂടി വായിക്കാം. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അടുത്ത എന്റെ 27-ാം വാക്യം. ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾ കഷ്ടം. വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ പുറമേ നിങ്ങൾ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഭക്തിയുടെ വേഷം ധരിച്ച് നിങ്ങൾ ആക്ട് ചെയ്യുന്നു, നിങ്ങളുടെ അകം മുഴുവൻ എന്തായിരിക്കുന്നു? അശുദ്ധിയോട്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് തന്ന ദൂത്. ഉള്ളിലുള്ളത് എന്ത് ചെയ്യണം? ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാര, അത്യാഗ്രഹം, ഇങ്ങനെയുള്ളതെല്ലാം മരിപ്പിച്ചിട്ട് കോപം, ക്രോധം, ഈർഷ്യ, ദുർഭാഷണം ഇതെല്ലാം വിട്ടുകളഞ്ഞ് വിശുദ്ധന്മാരും പ്രിയരും മൃതന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പീൻ. എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായിട്ടല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിപ്പീൻ. ദൈവമക്കളെ, കൊലോസ്യ ലേഖനം 3:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലുള്ള ശുദ്ധീകരണ പ്രക്രിയ ചെയ്ത് അകം മുഴുവൻ വിശുദ്ധമാക്കി, സ്തോത്രം, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് 16-ാം വാക്യത്തിലാണ് ആരാധന. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടി നിങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമല്ല. ഇതവിടുത്തെ വിഷയം, ഗൗരവമേറിയ വിഷയമാണ് ഇത്. ഈ ഗൗരവമേറിയ വിഷയം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകരുത്. കൊലോസ്യ ലേഖനം 3:1 മുതൽ 15 വരെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് നമുക്ക് ആരാധനയ്ക്ക് ഇരിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനോഹരമായി തോന്നി. 16-ാം വാക്യത്തിൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സങ്കീർത്തനാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി ക്രിസ്തുവിന്റെ വചനം വസിക്കണം.
ക്രിസ്തുവിന്റെ വചനം വസിക്കുക എന്ന് പറഞ്ഞാൽ വചനം, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെ വചനം, അപ്പൊ കർത്താവ് വസിക്കണം. അപ്പൊ മേൽപ്പടിയാൻ പൗലോസ് പറഞ്ഞ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഭൂമിയിലുള്ള ഉയരത്തിലുള്ളത് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. പഴയ മനുഷ്യന്റെ പ്രവൃത്തികളോടുകൂടി ഒഴിഞ്ഞു കളയണം. ദുഷ്ടത, ചതി, വ്യാജം എല്ലാം കളയണം. കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. അതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി തീർന്നിട്ട് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം. അതായത് ആത്മാവിന്റെ ഫലം ധരിക്കണം. ആത്മഫലത്താലും വരത്താലും നിറയപ്പെട്ടവരായി തീരണം. തീർന്നു കഴിഞ്ഞ് അതിന് ശേഷമാണ് ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ, തമ്മിൽ ക്ഷമിക്കണം, വഴക്കുണ്ടായ ക്ഷമിക്കണം. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് എല്ലാറ്റിനും മേലെ സമ്പൂർണ്ണ ബന്ധമായി സ്നേഹം ധരിക്കണം. സ്നേഹമെന്ന വസ്ത്രം ധരിക്കണം. ധരിച്ചിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളത്തിൽ അങ്ങ് വാഴണം. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് ഉറക്കം വരാത്തതിന്റെ കാര്യം സമാധാനമില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് സ്വത്രം ക്ലിയർ ആക്കി, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി കഴിയുമ്പോൾ കർത്താവിന്റെ സമാധാനം നമ്മുടെ ഉള്ളത്തിൽ വന്നു. ആരോടെങ്കിലും വഴക്കിട്ടെങ്കിൽ അവരോട് ക്ഷമയാചനം ചെയ്യും. ഞാനൊരു സഹോദരനോട് ഇച്ചിരി നീരസപ്പെട്ടിട്ട് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു പോയി ക്ഷമയാചനം ചെയ്യും. അപ്പൊ തന്നെ ഞാൻ ഇതിനേക്കാൾ പ്രായമുള്ള ഒരാൾ പറഞ്ഞപ്പോൾ അത് അനുസരിക്കണം. എന്നോട് കർത്താവ് പറഞ്ഞതുപോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ചെന്നു, എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തു. സ്വത്രം. അപ്പൊ എനിക്ക് സമാധാനമായി. തമ്മിൽ സമാധാനമായിരിക്കണം നമ്മളെ. ഒരു പക്ഷേ കൂട്ടായ്മയ്ക്ക് ഉപദേശം കൊണ്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഒരുമിച്ച് വരാൻ പറ്റിയില്ലെങ്കിലും അവരുമായിട്ട് സമാധാനം ഉണ്ടാകണം. സമാധാനം നഷ്ടപ്പെടുത്തി കളയരുത്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ സമാധാനം ഉണ്ടാകണം. സഹോദര ബന്ധത്തിൽ സമാധാനം ഉണ്ടാകണം. കൂട്ടു സഹോദരങ്ങളുമായിട്ട് സമാധാനം ഉണ്ടാകണം. ആരുമായിട്ട് എഴുതിയിരിക്കാൻ പാടില്ല. ഞാനൊരു ശുശ്രൂഷകൾ എന്നുള്ളതിൽ വിശ്വാസികളെ തർജ്ജനം ചെയ്യുകയും ശാസിക്കുകയും കഠിനമായി ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും അതെന്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് ചെയ്യണം. ചെയ്തിട്ട് നന്നാകുന്നില്ലെങ്കിൽ അവരുടെ കാര്യം. പറയാനുള്ളത് നമ്മൾ പറയുക, തെറ്റുകളെ തിരുത്തി കൊടുക്കുക. അവരത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരും ദൈവമായിട്ട് തീർത്തോട്ടെ. സ്വത്രം. അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. തമ്മിൽ പ്രഭു. ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ഗുണവും ഇല്ല. ഇന്ന് സഭകളിൽ ആത്മീയ വളർച്ചയില്ലാത്തതിന്റെ കാരണം, ആത്മീയ വർധനമില്ലാത്തതിന്റെ കാരണം, ആത്മാവിലുള്ള നിറവില്ലാത്തതിന്റെ കാരണം ഈ വക കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യുന്നില്ല. അതിനാണ് ബാലസാറ് പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ്. ബാലസാറിന് അറിയില്ലേ? ബാലൻസ് ഹിന്ദുമാർക്ക് നിക്ഷേപിക്കുവാൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. മൊബൈലിൽ ഫോണുകളുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് സഭയെ പഠിപ്പിക്കുന്നത്. ആ ഉപദേശം സഭയെ പഠിപ്പിച്ചാൽ വേറൊരു ഉപദേശം സഭയിൽ വരത്തില്ല. അന്യതാ ഉപദേശത്തിന് സഭയിൽ സ്ഥാനമില്ല. കാരണം ഈ ഉപദേശം പഠിപ്പിക്കുമ്പോൾ ഇതിലെല്ലാം ഉണ്ട്. എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ഉപദേശിക്കണം, ആരോടൊക്കെ നിർത്തിക്കണം, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമക്കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്ന് കൊള്ളണം. അകന്ന് നിൽക്കുന്നവരോട് അകന്ന് നിന്നോണം. ഉപദേശ പശുള്ളവരോട് ആ നിലയിൽ നിർത്തിക്കോണം. അവരുമായിട്ട് കയറി മിങ്കിൾ ചെയ്യരുത്. ഈ ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രമേ കൂട്ടായ്മ പാടുള്ളൂ. ഇതൊക്കെ ഇന്ന് പലരും ചെയ്യാത്തത് കൊണ്ടാണ് ആത്മീയമായ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. 5 പേരാണോ 10 പേരാണോ 15 പേരാണോ 20 30 എത്രയാണോ ചെറിയ ക്വാണ്ടിറ്റി എന്ന വിഷയമില്ല. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വിശ്വാസികൾ തമ്മിൽ നിരപ്പ് പ്രാപിച്ച് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയങ്ങളാലും എഫേസ്യ ലേഖനം 5-ന്റെ 19, 20, 21 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. എഫേസ്യ ലേഖനം 5-ന്റെ 19, 20. 1 കൊരിന്ത്യർ 14-ന്റെ 26 വേറൊരാൾ വായിച്ചാട്ട്. പെട്ടെന്ന് വായിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നാമത്തിൽ സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. കീഴ്പ്പെട്ടിരിപ്പീൻ. അവിടെയും പറയുന്നു സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് 150 സങ്കീർത്തനത്തിൽപ്പെട്ട സങ്കീർത്തനമല്ല. നമ്മൾ ആത്മാവിൽ പാടുന്ന സങ്കീർത്തനം, അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് സങ്കീർത്തനങ്ങൾ. ഞാൻ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ ആത്മാവിൽ പാടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നിപ്പോ അത് ആശ്ചര്യമായി എഴുതിയെടുത്തൊരു പുതിയ പാട്ടുണ്ടാക്കി പുതിയ പാട്ട് പാടുക, അതല്ല.
സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ആത്മാവിൽ പാടിക്കൊണ്ടിരിക്കും. ഞാനൊക്കെ എത്രയോ ആത്മാവിൽ പാടുന്ന ആളാണെന്നറിയാമോ? അത് മാനുഷ്യ രീതിയിലുള്ള പാട്ടുകളല്ല. അന്യഭാഷയിൽ പാടുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ ആരാധിക്കുക. അതാ സ്വാത. അപ്പൊ ആ ആരാധിക്കുന്നതിനും പാടുന്നതിനും കൂടി വരുന്നതിനും മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൊലോസ്യർ 3:1-15 വരെ. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണ ചിന്ത. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ മഹത്വപ്പെടുത്താനും തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുവാനും തമ്മിൽ തമ്മിൽ ഉപദേശിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ. കാരണം ഈ നിരപ്പ് പ്രാപിക്കാതെ ഹൃദയത്തിലിരിക്കുന്ന അശുദ്ധികളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിച്ചാൽ ആരാധന നടക്കത്തില്ല. ഹൃദയം ശുദ്ധമാകണം. ഹല്ലേലൂയ. ഹൃദയം സമ്പൂർണമായി വിശുദ്ധമായി തീരണം. വിശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ് ദൈവത്തിന് സ്വീകാര്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പഴയ നിയമത്തിലെ പോലെ അല്ല. അവര് പാപം ചെയ്യും, ആക്ഷരികമായ ഒരു യാഗം കഴിച്ച് അവർക്ക് സംതൃപ്തി നേടാം, താൽക്കാലിക രക്ഷ പ്രാപിക്കാം. എന്നാൽ യേശുക്രിസ്തുവാകുന്ന സർവ്വലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു യാഗമായി തീർന്നതോടുകൂടെ ഇനി ഒരു യാഗത്തിന്റെയും ആവശ്യമില്ല. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും വചനങ്ങളൊക്കെ സ്വീകരിച്ച് നമ്മളിപ്പോൾ കേട്ടതുപോലെ കൊലോസ്യ ലേഖനം 3:1 മുതലുള്ള കാര്യങ്ങൾ വിടേണ്ടത് വിട്ട് പ്രാപിക്കേണ്ടത് പ്രാപിച്ച് ശേഷം എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പാടിയും പ്രബോധിപ്പിച്ചും തമ്മിൽ തമ്മിൽ ഉപദേശിച്ചും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നമ്മളിൽ വസിക്കണം. ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വസിക്കണം. ക്രിസ്തുവിന്റെ ഉപദേശം കൊണ്ട് പ്രബോധിപ്പിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 1 വാക്യം ഒന്ന് വായിച്ചു. എന്താ അവിടെ ഉള്ളത് നോക്കുക. കർത്താവ് തന്ന വചനങ്ങളാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 2:1 മുതൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ പ്രബോധനം മോചനമല്ല, ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൽ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അടുത്ത ശാഠ്യത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ അടുത്ത ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. അടുത്ത ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. മതി. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലുണ്ടാകും. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടാകും. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമുക്കുണ്ടാകണം. ഇനി ഇത് ഇടതൂടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ച് അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിന്റെ ഭാവവും ക്രിസ്തുവിന്റെ മനസ്സും അവന്റെ ദിവ്യ സ്വഭാവവും ഒപ്പിയെടുക്കാതെ നമുക്ക് നിത്യതയ്ക്ക് അവകാശം കിട്ടത്തില്ല. കർത്താവ് വന്ന് ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരെ വന്ന് ചേർക്കുന്നത്. ഇത് പലരും ഇത് പറയുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം പലരും പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കാതെ ജനത്തിന് കിട്ടുന്നില്ല. എൻ്റെ ആയുസ് തീരുന്നവരെ ഇത് പ്രസംഗിച്ച് മരിക്കാനാണ് എൻ്റെ താല്പര്യം. കാരണം എനിക്കത് വെളിപ്പാടായിട്ട് കർത്താവ് ഹൃദയത്തിൽ തന്നു കഴിഞ്ഞു. ഈ ഉപദേശത്തിലൂടെ നമുക്ക് ശുദ്ധീകരണം കിട്ടത്തുള്ളൂ. ഈ വചനങ്ങൾ കേട്ടനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പ്രാഗൽഭ്യമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇല്ലെങ്കിൽ നമ്മളെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നമ്മളിൽ വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ ഉപദേശത്തിനെതിരെ വന്ന ആ പ്രബോധനങ്ങളെയും ദുരുപദേശങ്ങളെയും നമുക്ക് കണ്ട് മനസ്സിലാക്കി എതിർക്കാൻ പറ്റുന്നു. അത് ക്രിസ്തുവിന്റെ വചനം ഉള്ളിൽ വേണം, ക്രിസ്തുവിന്റെ ഉപദേശം ഉള്ളിൽ വേണം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. അല്ല, എങ്ങനെയാ പറയുന്നത്? മത്തായി 5, 6, 7 അധ്യായങ്ങൾ കർത്താവ് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൺക്ലൂഷനാണ് എൻ്റെ അടുക്കൽ വന്ന് 5, 6, 7 ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ഇതാരോടായി പറയുന്നത്? മോശയുടെ പ്രമാണത്തിൽ അധിഷ്ഠിതരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ശിഷ്യഗണങ്ങളെ വേർതിരിച്ചിട്ട് അവരോടാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നില്ല പറഞ്ഞു.
മോശയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ. മനസ്സിലായി? യഹൂദന്മാരുമായിട്ട് കർത്താവ് ഒരു സംസാരം നടന്നു. കട്ടിയായ വിഷയങ്ങളാണ്, എനിക്ക് പോകുന്നില്ല. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങളെ ശിക്ഷിക്കും, സത്യമറിയുകയും സത്യം നിങ്ങളെ. അപ്പൊ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുക, മോശയുടെ പ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക അവര്. യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ മോശയുടെ പ്രമാണം വിടണം, അവര് വിട്ട് ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് വരണം. ഗലാത്യർ 6:2 എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ച് ശക്തിയോടെ ഒന്ന് വായിച്ചേ വാക്യം. ഹല്ലേലൂയ. ഗലാത്യർ 6:2. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. മോശയുടെ ന്യായപ്രമാണം നിവർത്തിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ന് അവർ തമ്മിൽ പറയാം. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാത്ത മുഖം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വന്നവന്റെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിച്ചിട്ട് നീ ഇത് ചുമന്നോളാൻ പറ്റത്തില്ല. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാത്ത മുഖമാണ് ന്യായപ്രമാണം. സ്ത്രീയുടെ സന്തതി വരുന്നത് വരെ ന്യായപ്രമാണം നിലനിന്നു. സ്ത്രീയുടെ സന്തതി വന്ന് യാഗമായി, ആ യേശു ക്രിസ്തു യാഗമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് 50-ാം ദിനം പരിശുദ്ധാത്മാവിനെ അയച്ചു. ആത്മാവ് വന്നു. അവർ ആത്മാവിൽ നിറഞ്ഞ് പത്രോസ് എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം. പ്രസംഗത്തിലെ ഏറ്റവും പ്രസക്ത ഭാഗം നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് പറയണം, എനിക്കൊന്ന് കേട്ട് സന്തോഷിക്കാൻ എന്ന് പറഞ്ഞേ. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. അതാണ് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. ഈ കൂടി വന്ന് നിൽക്കുന്നവരൊക്കെ വചനം കേൾക്കാൻ നിൽക്കിയ വലിയ ആൾക്കാട്ടെ, നിങ്ങളാ ക്രൂശിച്ചത്. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവാം ദൈവം ഉയർപ്പിച്ചു. അയ്യോ, നെഞ്ചത്തടിച്ചു. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് സൗരന്മാരെ ബന്ധിക്കുക. ഇന്നിപ്പോ ഉപദേശി ദൂത് പറഞ്ഞാൽ ഉപദേശിക്കിട്ട് കുത്തുക ആൾക്കാർ. ഇതെന്തൊരു കളിയാണ്? ഉപദേശി കുത്തിക്കോ, കുത്തിക്കൊന്നോ കുഴപ്പമില്ല, ഞാനിങ്ങനത്ത് പോകും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊരു വിഷയമല്ല. സുവിശേഷ പോർക്കളത്തിൽ മരിക്കുന്നതാണ് ഭാഗ്യം. സുവിശേഷ വിരോധികളുടെ കുത്തേറ്റ് മരിക്കുന്നതോ ഏതേറ്റ് മതി. കാരണം സ്തേഫാനോസ് അങ്ങനെയല്ലേ? സ്തേഫാനോസ് അങ്ങനെ മരിച്ചല്ലോ. ഹല്ലേലൂയ. ഒന്നാമത്തെ രക്തസാക്ഷി സ്തേഫാനോസാണ്. സ്തേഫാനോസ് മരിച്ചപ്പോൾ എന്ത് ചെയ്തു കർത്താവ്? സ്തേഫാനോസ് മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ക്രൈസ്തവ സഭ അതോടെ തീർന്നെന്ന് വിചാരിച്ചു. എടാ, 10,000 സ്തേഫാനോസിനേക്കാൾ ശക്തിയുള്ള ഒരു പൗലൂസ് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഓ സ്വത്രം. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ പൗലൂസ് ശക്തിയോടെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്നു. ഹല്ലേലൂയ. പാവം പിടിച്ച സ്കൂളിൽ പോകാത്തൊരു ഉപദേശി വന്ന് അവൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് ന്യായപ്രമാണത്തിന്റെ ചെരുമ്പൽ വീണുപോയി. ഇന്ന് ന്യായപ്രമാണത്തിന്റെ ചെരുമ്പൽ ഇരിക്കുക പലരുടെയും കണ്ണിൽ. അവർ ന്യായപ്രമാണ തൽപരരാകുന്നു. യഹൂദന്മാരിൽ വിശ്വസിച്ചു വന്നവർ ഏറെ ഉണ്ടെങ്കിലും അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ്. ന്യായപ്രമാണത്തിന് രക്ഷയില്ലെന്നാണ് മുറിവേറ്റ് കിടന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. അവരെവിടെ നിന്ന് അങ്ങോട്ട് പോയി? യെരിഹോവിൽ നിന്നും യെരുശലേമിലേക്ക് അല്ലേ? പോണ വഴിക്ക് വഴിയിൽ വെച്ച് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു. ആ കള്ളൻ പിശാചാണ് കേട്ടോ. ആക്രമിക്കപ്പെട്ട് അവിടെ കിടക്കുന്ന സമയത്ത് ഒരുത്തം വരുന്നു. ആരാ വന്ന്? ശബരിയക്കാരൻ. പിന്നെ വരുന്നു പുരോഹിതൻ. പിന്നെ അത് കഴിഞ്ഞ് നല്ല ശബരിക്കാരൻ. പിന്നെ ലേവ്യൻ. അത് ആലയത്തിൽ ശുശ്രൂഷയും പോവാം. ഇവൻ ചെന്നിട്ട് വേണം മണിയടി പുകയടി എല്ലാം നടത്താൻ. അപ്പൊ അവൻ കണ്ടിട്ട് അവൻ വന്നിട്ട് എന്ത് ചെയ്തു? അവൻ കിടക്കട്ടെ പോവാം. അതാണ് ന്യായപ്രമാണം. ഈ മുറിവേറ്റ് പിശാചിനാൽ, അത് വേദശാസ്ത്രികളുടെ ഒരു പഠനമാണ് ഞാൻ ഈ പറയുന്നത്. പിശാചിനാൽ കടിയേറ്റ് മുറിയേറ്റ് കിടക്കുന്ന ഈ സാധു മനുഷ്യരെ രക്ഷിക്കാൻ ന്യായപ്രമാണത്തിനും പുരോഹിതന്മാർക്കും ലേവ്യന്മാർക്കും കഴിഞ്ഞില്ലെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ആ വഴി വന്നു യേശു ക്രിസ്തു, നല്ല ശമരിയക്കാരനായി.
മുറിവേറ്റ് കിടക്കുന്നവന്റെ മുറിവുകളിൽ എണ്ണ പകർന്നു. അവനെ മൃഗത്തിന്റെ പുറത്ത് കയറ്റി കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? സത്രത്തിൽ കൊണ്ടാക്കി. സഭ ഇപ്പൊ സഭയിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ സഭ അറുത്ത് തിന്നുകൊണ്ടിരിക്കുക അവനെ. സ്വത്രം സഭയിൽ കൊണ്ടാക്കി. എന്നിട്ട് എന്താ പറഞ്ഞു യേശു? ഞാന് രണ്ട് നാണയം എടുത്ത് കൊടുത്തു. ഇത് തൽക്കാലം ഇരിക്കട്ടെ, പിന്നെ അധികം ഞാൻ വന്ന് ചേർത്തോളാം. കർത്താവ് വന്ന് ചേർക്കുമെന്ന് അതിന്റെ അർത്ഥം. സത്രത്തിൽ മുറിവേറ്റ് കിടന്നപ്പോൾ അവിടെ സഭയിൽ അവരെ വളർത്തിയെടുക്കണം. ഞാൻ വന്നവരെ ചേർത്തോളാം. എന്നിട്ടാ പോയിട്ട് പിതാവ് എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ അയച്ചു. 3 ദാനങ്ങൾ. പഠിച്ചോണേ ഇതൊക്കെ. പല പ്രാവശ്യം ഞാൻ പറയുക, 3 ദാനങ്ങൾ. ഒന്ന് പരിശുദ്ധാത്മാവിനെ ദാനമായി കൊടുത്തു, സഭയ്ക്ക് തലയായിട്ട് ക്രിസ്തുവിനെ കൊടുത്തു. 3 എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാത്മക്കന്മാരായി നിയമിച്ചു കൊടുത്തു സഭയ്ക്ക്. ഇനി 3 അവസ്ഥ പ്രാപിച്ച് സഭ എന്ത് ചെയ്യണം? വളർന്നോണം. അതിന് പകരം സഭ അവരെ അറുത്ത് തിന്നുകൊണ്ടിരിക്കുക. അവിടെ ഭൗതികം പിടിഞ്ഞ് അവരെ തിന്നുകൊണ്ടിരിക്കുക. നോ, അവരെ വളർത്തണം. പോയതുപോലെ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. അവിടെ പറഞ്ഞത് ഇനി ഞാൻ വരുമ്പോൾ തന്നോളാം എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഞാൻ പോയിട്ട് വരുമെന്നുള്ളതാണ് ആ ധ്വനി. കർത്താവ് പോയി വരും. മുറിവേറ്റ് കിടന്നവനെ ചികിത്സിക്കാനുള്ള പദ്ധതികളെല്ലാം കർത്താവ് ഒരുക്കി. ഉപദേശം കൊടുത്തു. ക്രിസ്തുവിനെ സഭയ്ക്ക് തലയായിട്ട് കൊടുത്തു. തൃശ്ശൂർ ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവർക്കത് വലിയൊരു ഷോക്ക് പോലെയായി. അവർക്ക് ഷോക്കേറ്റൊന്നും ഞാൻ നോക്കാറില്ല. കാരണം നമ്മൾ വചനം പറഞ്ഞിട്ട് പോന്നാൽ മതി. ഞാൻ പോണ വഴിക്ക് ഒരു വലിയ തെങ്ങും തോപ്പുണ്ട്. ആ തെങ്ങും തോപ്പിൽ കുറേ തെങ്ങുകൾ നിൽപ്പുണ്ട്. അതിലൊരു 80% തെങ്ങുകൾക്ക് തലയില്ല. മുറിയെടുക്കുക. ഞാൻ സഭയിൽ പ്രസംഗിച്ചു, ഇന്നത്തെ സഭകളിൽ ക്രിസ്തുവില്ല, തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കുന്നു. അവര് ഇതൊന്ന് കൈയിടാകുന്നു. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച രാവിലെ ദാസം പറയുമ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഈ വയസ്സനപ്പച്ച തലയ്ക്ക് സുബോധമില്ലാതെ വിളിച്ചു പറ, സഹോദര തലയില്ലാത്ത ശരീരങ്ങൾ. ഞങ്ങൾ ചോദിച്ചു, എന്തോ വിളിച്ചേക്ക് പറയുന്നത്? ഈ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് ക്രിസ്തുവിലത്തെ സഭകളാ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഉപദേശം പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് അറിയത്തില്ല. നമ്മുടെ പൊട്ടത്തരം കൊണ്ട് നമ്മൾ എതിർത്ത് പറയും. അപ്പൊ പറഞ്ഞു, സഭയിലെ തലയിൽ ക്രിസ്തുവില്ലാത്ത സഭകൾ. IPSലെ കരുത്തനായ ശക്തനായ PM ജോസഫ് എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി പാസ്. ഞാൻ ഉപദേഷ്ടാവും ഞങ്ങളുടെ ഉപദേഷ്ടാവും വളരെ സാമ്യമുണ്ട്. അവർ തമ്മിൽ അറിവായിരിക്കാം ചിലപ്പോൾ. പുള്ളി പറഞ്ഞു, നമ്മുടെ ഉപദേശിമാർക്ക് സങ്കീർത്തനം ഉള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോവുക. സങ്കീർത്തന പുസ്തകം ഈ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ അവരുടെ കട്ട പുകയാണെന്ന് പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറയുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമേ ഒരു പുതിയ മനുഷ്യനായി തീരാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്നതല്ലേ? ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി തീരണം. ന്യായപ്രമാണത്തിന് എന്തില്ല? സ്വത്രം. ഉപ്പ്, ചതകുപ്പ നമ്മൾ കേട്ടല്ലോ അതല്ലേ? ചതകുപ്പ, അതിന് പതാരം, അതിനൊക്കെ നമ്മൾ ആധാരം കൊടുക്കുന്നു. ജീരകം, ചതകുപ്പ, പിന്നെ അതിനൊക്കെ പാതാരം കൊടുത്തിട്ട് ദയ, കരുണ, വിശ്വസ്തത വിട്ടുകളെ. ദൈവവചനത്തിന്റെ വിശ്വസ്തത, ഈ വചനത്തിനോടുള്ള വിശ്വസ്തത പുലർത്താന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിനെ പ്രസംഗിക്കണം, ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കണം. അപ്പോഴാണ് വചനത്തോട് വിശ്വസ്തത പുലർത്തുന്നത്. സ്വത്രം. ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, ഈ പറഞ്ഞ വചനം നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. മോശം വചനമല്ല നമ്മളെ ന്യായം വിധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ വചനം നിങ്ങൾ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. അതിൻ്റെ അവസാനം കൊലോസ്യർ 3 അവസാനം ഒരു വാക്കുണ്ടല്ലോ, ക്രിസ്തുവിന്റെ വചന ഐശ്വര്യമായ ജ്ഞാനമായി നിങ്ങൾ വസിക്കട്ടെ, ജ്ഞാനത്തോട് നിങ്ങൾ വസിക്കട്ടെ, വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് ചെയ്താലും, പരസ്യയോഗം നടത്തിയാലും, ഉപവാസ പ്രാർത്ഥന നടത്തിയാലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യും. നമുക്ക് കിട്ടിയിരിക്കുന്ന നാമം യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്. കാരണം പിതാവാണ് പുത്രനെ അയച്ചത്. പിതാവാണ് പുത്രനെ അയച്ചത്. പുത്രന്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം പുത്രൻ പിതാവിലേക്ക് ലയിക്കുമെന്നുള്ള ആത്മീക മർമ്മം
ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത് പറയാനൊരു പ്രേരണയുണ്ട്. അതുകൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം എടുത്തായിട്ട് എല്ലാവരും എടുത്തായിട്ട് ഈ വചനം എടുക്കുമ്പോൾ എല്ലാവരും അത് വായിച്ച് കേൾക്കുകയും കൂടി ചെയ്യണം. ഞാനത് ശക്തിയോടെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് വായിക്കും. അതല്ല ഇവിടെ തൊട്ട് വായിക്കണം. 20 തൊട്ട് വായിക്കും. 20 തൊട്ട് 15-ന്റെ 20 തൊട്ട് ഉറച്ചു വായിച്ചു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആമേൻ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആമേൻ. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. അടുത്ത് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ആമേൻ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും ആമേൻ. ആദ്യഫലം ക്രിസ്തു. ആമേൻ. പിന്നെ ക്രിസ്തുവിനുള്ളവർ സ്തോത്രം. അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. അടുത്ത വായിച്ചോ. അവൻ സകല ശത്രുക്കളെയും ഇന്നത്തെ കാണുന്ന ഈ ലോകത്ത് കിടക്കുന്ന ഗുണം പിടിക്കാത്ത ലോക നേതാക്കന്മാര് അവരാരും നല്ലവരല്ല കേട്ടോ. അവർ യുദ്ധകുതിയന്മാരാ, അവർ രക്തദാഹികളാ. മനുഷ്യനെ കൊന്നു മുടിക്കുന്നതിൽ അവർക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ ഇന്ന് രാവിലെ കണ്ടത് ഞാൻ പറയാം. സിറിയക്കാരനായ ഒരു മിലിറ്ററി ഓഫീസർ, അവിടെയുള്ള ജനം ചെറിയ പാപം ചെയ്യുമ്പോൾ, ചെറിയ തെറ്റുകൾ ചെയ്താൽ ജയിലിൽ അടച്ചിട്ട്, അവർ പറയുന്ന അനുസരിച്ച് ജയിലിൽ അടച്ചിട്ട് 2, 3, 4 മിനിറ്റ് കൊണ്ട് അവർക്കൊരു ചെറിയൊരു ന്യായവിധിയുടെ ഒരു പകർപ്പ് വായിച്ച് കേൾപ്പിച്ച് അവരെ ജയിലിൽ അടച്ചിട്ട് അവരെ കൊന്നിട്ട് ഈ മിലിറ്ററി ഓഫീസർ ഒരു സിംഹത്തെ എടുത്ത് വളർത്തുന്നു. ഈ സിംഹത്തിൻ്റെ ഇറച്ചി മനുഷ്യരുടെ ഇറച്ചി. കേട്ടല്ലോ, ഇതിൽ കൂടുതൽ മനുഷ്യൻ അധപ്പതിക്കാനില്ലല്ലോ. ഞാൻ സാധാരണ പറയാറുണ്ട്, കായീൻ ഹാബേലിനെ കൊന്നതേ ഉള്ളൂ, തിന്നില്ല. ഇവിടെ കൊന്ന് തിന്നുകയും മനുഷ്യൻ തിന്നുകയും മൃഗത്തിനിട്ട് കൊടുക്കുകയും ചെയ്യത്തക്ക നിലയിൽ മനുഷ്യൻ അധപ്പതിച്ചു. Man was a educated animal. ഒരു വിവേകമുള്ള മൃഗമായി മനുഷ്യൻ തീർന്നു കഴിഞ്ഞു. ഇനി ദൈവത്തിൻ്റെ ന്യായവിധി എപ്പോഴാണ് ഈ ഭൂമിയിൽ വരുമെന്ന് അറിയാൻ പാടില്ല. നമുക്ക് കർത്താവ് സഭയെടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് കിടക്കുന്ന സകല ദുഷ്ടന്മാരെയും ന്യായം വിധിച്ച് നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയും. സഭ എടുക്കപ്പെട്ടാൽ ഉടനെ നരകത്തിൽ. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് 7 വർഷത്തെ മഹോദരകാലം, 7 വർഷത്തെ മഹോദരകാലം കഴിച്ചിട്ട് 1000 ആണ്ട് ഈ ഭൂമിയെ കർത്താവ് വാഴാനായിട്ട് വരും. ഞാനും നിങ്ങളും ജീവിച്ചിരുന്ന എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും? ഇങ്ങേയറ്റം 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ 1000 ആണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കർത്താവ് തരാൻ പോവുകയാണ്. 1000 ആണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനിട വരും. അത് കഴിഞ്ഞതിന് ശേഷം കോടാനുകോടി വർഷം പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ജീവിക്കുവാൻ, ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ദൈവം നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തരാൻ പോകുകയാണ്. പ്രവാചകന്മാരുടെ വാക്കുകളെ അപകീർത്തിച്ചുകൊണ്ട് ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുന്നു. ഹല്ലേലൂയ. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ സകല ശത്രുക്കളെയും കീഴാക്കുമ്പോളും വാഴേണ്ടതാണ്. അടുത്ത ഒടുക്കത്തെ ശത്രുവാണ് മരണം. അടുത്ത എന്നുണ്ടല്ലോ. പറഞ്ഞാൽ അടുത്ത 28-ാം വാക്യം. ആമേൻ. ഇവിടെ ദൈവം ഏകത്വത്തിലേക്ക് പോകുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. എന്താ? നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കർത്താവിടെ വന്നു. സകല ശുശ്രൂഷയും തികച്ചതിന് ശേഷം ന്യായവിധിയെല്ലാം നടത്തിയ, ന്യായവിധിയെല്ലാം പുത്രൻ കൊടുത്തില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം എന്ത് ചെയ്തു? എന്നാൽ സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ ദാനം സകലത്തിലും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടി. പിന്നെ പിതാവാം ദൈവം മാത്രം. അത് സാധൂകരിക്കാൻ 2 വാക്യങ്ങൾ വായിച്ച് നിർത്താം. സ്തോത്രം. സകര്യാപ്രവചനം 14:9, യോഹന്നാന്റെ സുവിശേഷം 10:16. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ വാക്യം വായിക്കാം.
പെട്ടെന്ന് വായിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 10:16. വായിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അടുത്ത് അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമായി തീരും. ഇനി സകര്യാപ്രവചനം ഞാൻ പറഞ്ഞല്ലോ, അത് വായിച്ച്. സകര്യാവ് 14:9 എടുത്തോ അമ്മേ. 14:9. യഹോവ സർവഭൂമിക്കും രാജാവായി. അന്നാളിൽ യഹോവ ഏകനും അവിടുത്തെ നാമം ഏകവുമായി. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ വരുമ്പോൾ പുതുബുദ്ധ പരിശുദ്ധാത്മാവല്ല, ഏക ദൈവത്തിൽ. ദൈവത്തിന് 3 ആളത്തകളുണ്ട്: പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും. ഒരു വലിയ വിവാദ വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നത്. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അല്ലാതെ അത് മനസ്സിലാവും, അത് വലിയ തർക്ക വിഷയമാണ്. എന്നാൽ വചനം, ഞാൻ ഈ പറഞ്ഞത് വചനം എടുത്ത് പറഞ്ഞു. അപ്പൊ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നമ്മളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. നമുക്ക് എല്ലാ കണ്ണുകളും അടച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെ സവിസ്താരമായി, വളരെ വ്യക്തമായി, വളരെ കൃത്യമായി സ്വത്രം ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെട്ടു. അതിലേറ്റവും പ്രധാനമായ ചിന്ത, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി നമ്മൾ തീരുക. ഹല്ലേലൂയ. പഴയതെല്ലാം ഉപേക്ഷിച്ച് പുതിയ വിടേണ്ടതെല്ലാം വിട്ട് പ്രാപിക്കേണ്ടത് പ്രാപിച്ച് വൃതന്മാരും സ്വത്രം മനസ്സലിവുള്ളവരായി. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വചനം സകല ദാനത്തോടുകൂടി ഐശ്വര്യമായതിനുള്ളിൽ വസിച്ചുകൊണ്ട് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ ആരാധിച്ച്, കർത്താവിന് മഹത്വം കൊടുത്ത്, ആരാധ്യനായ ദൈവത്തെ ആരാധിച്ച് മഹത്വം കൊടുത്ത്, ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തിന് ഇഷ്ടം ചെയ്ത്, കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുവാൻ കൊലോസ്യ ലേഖനത്തിൻ്റെ പഠനങ്ങൾ വളരെ മനോഹരമായി ഞാനിത് വെച്ച് കേൾക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ഞാൻ ഇത് വെച്ച് കേട്ടാണ് കിടന്നുറങ്ങുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇത്ര തെളിവായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ സർവശക്തനായ ദൈവം നമുക്ക് തന്നല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ വചനങ്ങൾ മുഖാന്തരം നമ്മുടെ ക്രിസ്തു ജീവിതം വലിയ രൂപാന്തരത്തിലേക്ക് നടത്തപ്പെടണം. ഒരു പുതിയ മനുഷ്യനായി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനങ്ങൾ പ്രയോജനമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം സ്തോത്രം, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. Hallelujah, 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 hallelujah.